Hi friends, welcome to Candid Digest. So, me Navya Praveen, your biology faculty is here with another video. So, നമ്മൾ ഇന്നലെ ഒരു ടോപ്പിക് ജസ്റ്റ് ഒന്ന് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കിയായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നെർവസ് സിസ്റ്റം ആണ് ഇതിൽ കംപ്ലീറ്റ്ലി പറയുന്നത്. നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാ വരുന്നത്, ബ്രെയിന്, സ്പൈനൽ കോഡ്, ന്യൂറോൺസ്, റിസപ്റ്റർ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിന്റെ ഹെഡിങ് ഒന്ന് നോക്കിയിട്ട് അതിനൊന്ന് ബ്രീഫ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സെൻസേഷൻ ആണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ സെൻസേഷൻ ഉണ്ടായിട്ട് അതിന് ശേഷമാണ് റെസ്പോൺസസ് ഉണ്ടാവുന്നത്. സോ സെൻസേഷൻ എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. സെൻസേഷനെ എഫക്ട് ചെയ്യുന്ന അല്ലെ ഫേവർ ചെയ്യുന്ന സർട്ടൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. തേഴ്സ്റ്റ്, ഹങ്കർ, അതൊക്കെ എന്താണ്, ഒരു സെൻസേഷന്റെ ഫാക്ടേഴ്സ് തന്നെയാണ്. സോ നമ്മൾ ഒരു ടേം നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, സ്റ്റിമുലൈ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റിമുലൈ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ. സോ സ്റ്റിമുലൈ എന്താ, സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആണ് സ്റ്റിമുലൈ. സോ നമ്മൾ സ്റ്റിമുലൈ ഇപ്പം കോമൺ നമ്മളെന്താ ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം എന്നെ ഒരാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, ടച്ച് ആണല്ലേ ഇവിടുത്തെ ഫാക്ടർ. സോ എനിക്ക് ടച്ച് ചെയ്തെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ആ ടച്ചിനെയാണ് ഇവിടുത്തെ സ്റ്റിമുലൈ എന്ന് നമ്മൾ പറയുന്നത്. സോ സ്റ്റിമുലൈ എന്താണ്, സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, സ്റ്റിമുലസ് കൊടുത്താൽ മാത്രം പോരല്ലോ, അതിനെ റിസീവ് ചെയ്യാൻ ഒരാൾ വേണ്ടേ. അപ്പൊ നമ്മുടെ ബോഡി ഓർഗാനിസത്തിന്റെ എല്ലാ ബോഡി പാർട്സിലും നമ്മുടെ സെൻസറി ഓർഗൻസിലും എന്താ ഉള്ളത്, റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ റിസപ്റ്റേഴ്സ് എന്തിനാ, ഈ സ്റ്റിമുലസിനെ എന്താ, സ്റ്റിമുലൈനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിസപ്റ്റർ. നമുക്ക് സ്റ്റിമുലൈയുടെ ഡെഫിനേഷൻ ഒന്നുകൂടി നോക്കാം അല്ലേ. Stimuli, senses that evoke responses in organism are called stimulus. So എന്താ സ്റ്റിമുലസ്, സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം ആർ കോൾഡ് സ്റ്റിമുലസ്. സോ നമ്മൾ സെക്കൻഡ്ലി പറഞ്ഞ എന്താ, റിസപ്റ്റർ ആണ് അല്ലേ. റിസപ്റ്റർ ആണ് നമ്മൾ സെക്കൻഡ് പറഞ്ഞത്. റിസപ്റ്റർ എന്ന് വെച്ചാൽ എന്താ, സ്റ്റിമുലൈ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസപ്റ്റർ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു സ്റ്റിമുലൈ അല്ലേ. അപ്പോൾ ഈ സ്റ്റിമുലൈ എന്താ, ഇന്റേണലി ഉണ്ട്, എക്സ്റ്റേണലി ഉണ്ട്. അതിന് നമ്മൾ നേരത്തെ ഒരുപാട് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു. അപ്പം ഈ സ്റ്റിമുലൈ ഇന്റേണലി എന്ന് പറയുന്നത് എന്തൊക്കെയാ, ഹങ്കർ, തേഴ്സ്റ്റ്, ഈ നമ്മുടെ ബോഡീൻ്റെ അകത്തുള്ള കെമിക്കൽ ചേഞ്ചസ് നടന്നിട്ടുണ്ടാവുന്നതാണ് ഇന്റേണൽ സ്റ്റിമുലൈ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണലി ഉണ്ടാവുന്നതാണ് എന്ത്, നമ്മുടെ ഈ സ്മെല്ല്, ടേസ്റ്റ്, ഇതൊക്കെ എന്താ എക്സ്റ്റേണലി ഉണ്ടാവുന്ന സ്റ്റിമുലൈ ആണ്. അപ്പോൾ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, നെർവസ് സിസ്റ്റം ഉണ്ട്. നെർവസ് ടിഷ്യൂസ് ആണ് ഇതിനെ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഹെഡായിട്ട് ഒരാൾ ഉണ്ടാവുമല്ലോ. അപ്പം നെർവസ് സിസ്റ്റം ആണ് ഇതിൻ്റെ ഒക്കെ ഫങ്ഷൻസിനെയൊക്കെ കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം സോ എല്ലാ സിസ്റ്റത്തിനും എന്താ, ഒരു ഫങ്ഷണലും ബേസിക് ആയിട്ടൊരു യൂണിറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ന്യൂറോൺ. ന്യൂറോൺ ആണ് നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ ആൻഡ് ബേസിക് യൂണിറ്റ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂറോണിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസും ഒക്കെയാണ്. അപ്പം എല്ലാ സെൽസിനും എന്താണ്, എല്ലാ സെൽസിനും മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം, ഓർഗനൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂറോണിനും എന്താണ്, ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ന്യൂറോണിന്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ വേണ്ടി പോണത്. സോ നമുക്ക് ന്യൂറോണിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഒന്ന് നോക്കിയാലോ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഇൻ കേസ് എന്നെ ഇപ്പോൾ ഒരാൾ ടച്ച് ചെയ്തു. അപ്പം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവിടെ സ്റ്റിമുലസ്, റിസപ്റ്റർ, ഇതൊക്കെ എന്താ, സ്റ്റിമുലസ് എന്താണ് ഇത് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ ആ റിസപ്റ്റർ അതിനെ റിസീവ് ചെയ്തിട്ട് എനിക്ക് ആ ടച്ച് ഫീൽ ചെയ്യണല്ലേ. ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, ഈ ഇമ്പൾസസ് എന്നുള്ള ടേം നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് എന്താ, ഈ സ്റ്റിമുലസിനെ ക്യാരി ചെയ്തിട്ട് എവിടെ എത്തിക്കണം, ഇതിന്റെ സെന്ററിൽ എത്തിക്കണം. അപ്പം ഈ സെന്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലേ. അത് ഈ ന്യൂറോൺസ് വഴിയാണ്, ഓരോ ന്യൂറോണും വഴിയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പം ന്യൂറോണിന്റെ ഫസ്റ്റ് പാർട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
ഡെൻഡ്രൈറ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പം എന്താ, ഇനിയിപ്പോൾ ഒരാൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെൻഡ്രൈറ്റ് ആണ് അവിടുത്തെ സ്റ്റിമുലസിനെ ക്യാരി ചെയ്യുക. അപ്പം ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താ, സെൽ ബോഡീൻ്റെ ഇവിടുന്ന് നമുക്കൊരു ബ്രാഞ്ച് പോലെ കാണുന്നില്ലേ, അതാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റ് എന്താ, ഡെൻഡ്രൈറ്റ് പിന്നെ കണക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഭാഗം കാണുന്നുണ്ടല്ലോ, അതാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ എന്താ, ഡെൻഡ്രൈറ്റിന്ന് താഴോട്ടേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭാഗം കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഡെൻഡ്രോൺ. അപ്പം ഈ ഡെൻഡ്രൈറ്റ് എന്താണ്, ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് ഡെൻഡ്രോണിലേക്ക് എത്തും. ഡെൻഡ്രോണിൽ നിന്ന് എന്താ, അത് സെൽ ബോഡിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഡെൻഡ്രോണിൽ നിന്ന് നിങ്ങൾക്കൊരു സർക്കുലർ ടൈപ്പ് കാണുന്നുണ്ടല്ലോ, അതാണ് സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് എത്തും. അപ്പം സെൽ ബോഡിയിൽ നിന്ന് എന്താ, സെൽ ബോഡി നിങ്ങൾക്കൊരു ലോങ്ങസ്റ്റ് ആയിട്ടൊരു ഫിലമെന്റ്, ഒരു ട്യൂബ് പോലെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതാണ് ആക്സൺ. അപ്പം സെൽ ബോഡിയിൽ നിന്ന് എന്താ, ഇത് ആക്സണിലോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രോം സെൽ ബോഡി ടു ആക്സൺ. ആക്സൺ എന്ന് പറഞ്ഞാൽ എന്താ, സെൽ ബോഡീൻ്റെ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ്. അപ്പം ഈ ആക്സണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താ, ആക്സണ് പിന്നെ ആക്സണൈറ്റിലേക്കാണ് പോകുന്നത്. ആക്സണൈറ്റ് എന്താ, ആക്സണിന്റെ ടിപ്പാണ്, ടിപ്പ് ഓഫ് ദി, അല്ലെങ്കിൽ ബ്രാഞ്ചസ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പം ആക്സണിന്റെ ബ്രാഞ്ചസിനെയാണ് ആക്സണൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ആക്സണൈറ്റ് കഴിഞ്ഞാൽ എന്താ, അത് സിനാപ്റ്റിക് നോബിലേക്കാണ് എത്തുന്നത്. ഈ ആക്സണൈറ്റിന്റെ ടിപ്പിൽ നമുക്ക് ഒരു ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റുന്നില്ലേ, അതാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ്. ഇനി നമുക്കിതിൻ്റെ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻ നോക്കാം. ഇപ്പം ഞാൻ ഡെൻഡ്രൈറ്റ് ആണല്ലോ ഫസ്റ്റ് പറഞ്ഞത്. ഡെൻഡ്രൈറ്റ് എന്താ, ഈ ഡെൻഡ്രോണിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. സോ നമുക്ക് ഈ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെൻഡ്രൈറ്റ് എന്താണ്, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, അതാണ് എന്ത്, ഡെൻഡ്രൈറ്റ്. സോ നേരത്തെ ഞാൻ പറഞ്ഞു ഇമ്പൾസസ് ആരാ ക്യാരി ചെയ്യുന്ന, ഫസ്റ്റ് ഡെൻഡ്രൈറ്റ് ആണല്ലേ. സോ അപ്പോൾ നമുക്ക് വേറെ ഒരു ഫംഗ്ഷൻ കൂടി പറയാം. ഡെൻഡ്രൈറ്റ് എന്താ, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രോം adjacent ന്യൂറോൺ. അപ്പോൾ എന്താ, ഈ ന്യൂറോൺസ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഹ്യൂമൻ ബോഡി ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇപ്പം നെർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സെൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ന്യൂറോൺസ് ഇങ്ങനെ എന്താ പറയുക, അഡ്ജസൻ്റ്ലി ഇങ്ങനെ എന്താ പറയുക തിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഓരോ ന്യൂറോൺസിൻ്റെയും ഡെൻഡ്രൈറ്റ് ആണ് കണക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പം ഈ ഡെൻഡ്രൈറ്റിൽ ഇപ്പം നമ്മൾ അഡ്ജസൻറ്റ് ന്യൂറോണിൽ ഇമ്പൾസസ് ക്യാരി ചെയ്തിട്ട് ഡെൻഡ്രൈറ്റിലെത്തി. ഡെൻഡ്രൈറ്റിൽ നിന്ന് നെക്സ്റ്റ് എവിടത്തേക്കാ, ഡെൻഡ്രോണിലേക്കാണ് എത്തുക ഇമ്പൾസസ്. സോ ഇതെന്താ, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് പ്രൊജക്റ്റിംഗ് ഔട്ട് ഫ്രോം സെൽ ബോഡി. പാർട്ട് പ്രൊജക്റ്റിംഗ് ഔട്ട് ഫ്രോം സെൽ ബോഡി ആണ് എന്ത്, ഡെൻഡ്രോൺ. സോ ഈ ഡെൻഡ്രോൺ എന്താ ചെയ്യുന്നത്, ഡെൻഡ്രോൺ എവിടുന്ന ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത്, ഡെൻഡ്രൈറ്റ് ഇമ്പൾസസിൻ അഡ്ജസൻറ്റ് ന്യൂറോണിന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻഡ്രോൺ ആണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് വേറെ ഒരു ഫംഗ്ഷൻ കൂടി എഴുതിക്കൂടെ, എന്താ, it receives impulses from dendrite. നെക്സ്റ്റ് എന്താ വരുന്നത്, സെൽ ബോഡി അല്ലേ. അപ്പം നമ്മൾ ഡെൻഡ്രൈറ്റ് കഴിഞ്ഞു, ഡെൻഡ്രോൺ കഴിഞ്ഞു. ഡെൻഡ്രോണിലേക്ക് ഇപ്പം ഇമ്പൾസസ് എത്തിയിട്ടുണ്ട്. ഈ ഇമ്പൾസസ് ഇനി എവിടത്തേക്കാണ് കൊടുക്കണ്ടേ, നമ്മുടെ സെൽ ബോഡിയിലേക്ക് എത്തണം. അപ്പം നെക്സ്റ്റ് എന്താ, സെൽ ബോഡി. സെൽ ബോഡി റിസീവ്സ് ഇമ്പൾസസ് ഫ്രോം ഡെൻഡ്രോൺ. സോ cell body receives impulses from dendron. അപ്പം നമ്മളിപ്പോൾ സെൽ ബോഡിയിൽ വരെ എത്തി. സെൽ ബോഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നെക്സ്റ്റ്, ആക്സൺ ആണ്. അപ്പം നമ്മൾ സെൽ ബോഡി കണ്ടു. സെൽ ബോഡി എന്നുള്ള ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് എന്ത്, ആക്സൺ. സോ ആക്സൺ എന്താ, ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രോം ദി സെൽ ബോഡി. ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രോം ദി സെൽ ബോഡി ആണ് എന്ത്, ആക്സൺ. സോ ഈ ആക്സൺ ഇനി എവിടത്തേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ആക്സണിന് നമ്മൾ നെക്സ്റ്റ് വരുന്ന ഭാഗം എന്താ, ആക്സണൈറ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ ആക്സണിന് ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് നെക്സ്റ്റ് ആക്സണൈറ്റിലേക്ക് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ വേറൊരു ഫംഗ്ഷൻ കൂടി പറഞ്ഞൂടെ,
എന്താ ആക്സൺ carries impulses to axonite. അപ്പം ഇപ്പം ഇവിടെ എത്തിയ ആക്സണൈറ്റിലേക്ക് നമ്മൾ ഇമ്പൾസസ് ക്യാരി ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആക്സണൈറ്റിന്റെ ടിപ്പിൽ എന്താണുള്ളത്? അപ്പം ആക്സണൈറ്റിലേക്ക് നമ്മൾ എന്താ ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് എത്തിയിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ നേരത്തെ ന്യൂറോണിന്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ പറഞ്ഞു ആക്സണിന്റെ ബ്രാഞ്ചസ് ആണ് എന്ത്? ആക്സണൈറ്റ്. സോ നമുക്ക് എന്ത് പറയാം? ആക്സണൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് axon. Axonite are branches of axon. So axonലോട്ടേക്ക് എന്തെത്തിയിട്ടുണ്ട്? ഇമ്പൾസസ് ക്യാരി ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഈ ആക്സണൈറ്റ് ഇവിടെ എത്തിയ ഇമ്പൾസസിന് നേരത്തെ ആക്സണൈറ്റിലോട്ട് ഇമ്പൾസസ് എത്തിയിട്ടുണ്ട് ക്യാരി ചെയ്തിട്ട്. അപ്പം ഈ ആക്സണൈറ്റിൽ നിന്ന് നമുക്ക് വീണ്ടും ഇമ്പൾസസ് എവിടത്തേക്ക് എത്തിക്കണ്ടേ? സിനാപ്റ്റിക് നോബിലേക്ക് എത്തണം. സോ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കണം. അപ്പം ഇതെന്താ? ഇറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഓർ ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. ക്യാരീസ് ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. അപ്പം നമ്മളിപ്പോൾ എവിടെ വരെ എത്തി? സിനാപ്റ്റിക് നോബിലെത്തുക. സിനാപ്റ്റിക് നോബ് എന്താ? ടിപ്പ് ഓഫ് ദി ആക്സണൈറ്റ്. നേരത്തെ ഇമേജിൽ ഞാൻ പറഞ്ഞു അല്ലേ, ആക്സണൈറ്റിന്റെ ടിപ്പിൽ നമ്മൾ ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതാണ് എന്ത്? സിനാപ്റ്റിക് നോബ്. സോ സിനാപ്റ്റിക് നോബ് ടിപ്പ് ഓഫ് ആക്സണൈറ്റ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സെക്രീറ്റ്. ഇതിന് അപ്പം വേറൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. ഇറ്റ് സെക്രീറ്റ്, ഇവിടെ എഴുതാം അല്ലേ നമുക്ക്. ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. സോ സിനാപ്റ്റിക് നോബ് എന്താ? ഇറ്റ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പം നമ്മൾ ന്യൂറോണിന്റെ ഡിഫറെൻറ്റ് പാർട്സും അതിൻ്റെ ഫങ്ഷൻസും നോക്കി. അപ്പം നമ്മൾ പറഞ്ഞു ആക്സൺ എന്താ? സെൽ ബോഡി എന്നുള്ള ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് ആക്സൺ. അപ്പം ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സണിനെ എൻസർക്കിൾ ചെയ്തിട്ടൊരു സംഭവം കാണാൻ പറ്റുന്നല്ലോ. ഇങ്ങനെ എന്താ പറയുക, ഒരു സർക്കുലർ ടൈപ്പ് ഒരു സംഭവം കാണുന്നില്ലേ? അതാണ് ഷ്വാൻ സെൽസ്. ഷ്വാൻ സെൽസ് എന്താ? It encircles the axon. It encircles the axon. So ഈ ഷ്വാൻ സെൽസ് ആക്സൺസിനെ എൻസർക്കിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ന്യൂറോൺസിലെ മോസ്റ്റ് ഓഫ് ദി ന്യൂറോൺസിൻ്റെയും ആക്സൺസിൽ എന്താ? ഒരു മൈലിൻ ഷീറ്റാണ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എന്താ പറയുക, എല്ലാ ആക്സൺസിലെയും കവർ ചെയ്തിട്ടില്ല, ചിലതിൽ മാത്രം എന്താ മൈലിൻ ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ മൈലിൻ ഷീറ്റിന് ഒരു മെംബ്രെയിൻ ഉണ്ട്. അത് മെംബ്രെയിൻ ഹാവിങ് എ ലിപ്പിഡ് കോൾഡ് മൈലിൻ. സോ ഈ ഷ്വാൻ സെൽസ് എന്താ? ആക്സണിനെ എൻസർക്കിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ആക്സണിനെ എന്താ എൻസർക്കിൾ ചെയ്യുന്ന? ഷ്വാൻ സെൽസിന്റെ ഉള്ളില് മൈലിൻ ഷീറ്റാണ് അതിനെ എന്താ ചുറ്റിയിരിക്കുന്നത്? മൈലിൻ ഷീറ്റ്. അതിന് ഈ മൈലിൻ ഷീറ്റിന് എന്താ? ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ എന്താ? മെംബ്രെയിൻ ഹാവിങ് എ ലിപ്പിഡ് ആണ്. ലിപ്പിഡ് ഉള്ള ഒരു മെംബ്രെയിൻ ആണ് ഈ മൈലിൻ ഷീറ്റ്. സോ ആ ഇതെന്താ? മെംബ്രെയിൻ ലിപ്പിഡ് എന്താണ്? മൈലിൻ ആണ്. മൈലിൻ ആണ് നെയിം. സോ ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഈ ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തിട്ടാണ് മൈലിൻ ഷീറ്റ് ഉണ്ടാവുന്നത്. സോ മൈലിൻ ഷീറ്റ് എങ്ങനെ ഉണ്ടാവുന്നത്? ഈ ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ്ലി ആക്സണിനെ എൻസർക്കിൾ ചെയ്തിട്ടാണ് മൈലിൻ ഷീറ്റ് ഉണ്ടാവുന്നത്. സോ നമുക്ക് ഈ മൈലിൻ ഷീറ്റിന്റെ ഫങ്ഷൻസ് നോക്കാം. സോ നമുക്ക് മൈലിൻ ഷീറ്റിന്റെ ഫങ്ഷൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ എന്താ? ഇറ്റ് provides nutrients and oxygen to axon. ഇതിന് നമുക്ക് എന്താ ഷോർട്ടായിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് നറിഷ്മെന്റ് എന്ന് എഴുതാം കേട്ടോ. നറിഷ്മെന്റ് എന്ന് എഴുതിയാൽ മതി. ഇറ്റ് പ്രൊവൈഡ്സ് നറിഷ്മെന്റ് എന്ന് എഴുതിയാൽ മതി. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ? ഇറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസസ് എന്താണെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും. ഇറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ്. സെക്കൻഡ് പോയിന്റ് അതാണ്, ഇറ്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ്. ഇനി തേർഡ് ഫംഗ്ഷൻ എന്താ? ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. It acts as an
ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഇനി ഫോർത്ത് പോയിന്റ് എന്താ? ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ആക്സൺ ഫ്രോം എക്സ്റ്റേണൽ ഷോക്ക്. എന്ന് വെച്ചാൽ എന്താ? ഇപ്പം എന്താ അടിച്ചു പോയി കഴിഞ്ഞാലൊക്കെ നമ്മുടെ ന്യൂറോൺസ് ഒക്കെ ഡാമേജ് ആവുമല്ലോ. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ മൈലിൻ ഷീത്ത് ഒക്കെ ഉള്ളത്. ന്യൂറോൺസിന്റെ നറിഷ്മെന്റ്, പിന്നെന്താ അതിന്റെ ഇമ്പൾസസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ, ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് മൈലിൻ ഷീത്ത് എൻസർക്കിൾ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞു ആക്സൺ എന്താ, ഇത് മൈലിൻ ഷീത്ത് ഇങ്ങനെ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഡാർക്കായിട്ട് ഇങ്ങനെ എൻസർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കളർ ഉണ്ടാവുമല്ലോ, അതാണ് ഷൈനി വൈറ്റ് കളറാണ് കേട്ടോ. മൈലിൻ ഷീറ്റിന് ഷൈനി വൈറ്റ് കളർ. സോ മോസ്റ്റ്ലി എന്താ എല്ലാ ന്യൂറോൺസിന്റെ ആക്സൺസിൽ ഈ മൈലിൻ ഷീത്ത് എൻസർക്കിൾ ചെയ്തിട്ടില്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ മൈലിൻ ഷീത്ത് എൻസർക്കിൾ ചെയ്തിട്ടുള്ള ന്യൂറോൺസിനെ നമ്മൾ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ്, അതിനെ വൈറ്റ് മാറ്റർ എന്നാണ് വിളിക്കുക. സോ മൈലിൻ ഷീത്ത് എൻസർക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും നെർവ്സ് ഫൈബേഴ്സിൽ മൈലിൻ ഷീത്ത് അല്ലെങ്കിൽ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? വൈറ്റ് മാറ്റർ. അതെന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? മൈലിൻ ഷീറ്റിന് എന്താ കളറ്? വൈറ്റ് കളർ അല്ലേ. അപ്പം മൈലിൻ ഷീറ്റുള്ള ഭാഗം വൈറ്റ് മാറ്ററിനും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഇപ്പം ബ്രെയിനിലും സ്പൈനൽ കോഡിന്റെയും ന്യൂറോൺസിന്റെ ആക്സൺസിൽ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ അതിന് നമ്മൾ ഗ്രേ മാറ്റർ എന്നാണ് വിളിക്കുക. സോ അവിടെ എന്താ മൈലിൻ ഷീറ്റ് ആബ്സെന്റ് ആണ്, സോ അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും.